നീ ടൂറിന് പോണ്ടെന്ന് പറഞ്ഞ പോണ്ട, മനസ്സിലായോ? അമ്മ എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? പോകണ്ടെന്ന് പറഞ്ഞ പോകണ്ട, അത്ര തന്നെ. നിധി ചോദിച്ചതും അത് തന്നെയല്ലേ? എന്തുകൊണ്ടാ പോണ്ടെന്ന് പറയുന്നത്? അതിനൊരു കാരണം വേണ്ടേ? ഈ വീട്ടിൽ ഞാനൊരു തീരുമാനം എടുത്ത അതിന്റെ കാരണം എന്താണെന്ന് നിന്നെ ബോധിപ്പിക്കണോ നിർമ്മല? നിധി പറഞ്ഞതനുസരിച്ചാ മതി. ടൂറിനും പോണ്ട, ഒന്നിനും പോണ്ട. നീ ഇവിടെ വീട്ടിലിരുന്നാ മതി. എന്താ അമ്മ ഇത്? പോവാനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞില്ലേ? ഈ അവസാന നിമിഷം വന്ന് ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? ഇന്ന് രാവിലെയും 15 ദിവസമല്ല 30 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ മതിയെന്ന് സന്തോഷത്തോടെ പറഞ്ഞ ആളല്ലേ അമ്മ. പെട്ടെന്ന് ഇത് എന്ത് പറ്റി ടൂറിന് പോകണ്ടെന്ന് പറയാൻ? എന്താ കാരണം? പറയുന്ന അത് പിന്നെ ഞാനങ്ങ് തീരുമാനിച്ചു, അത്ര തന്നെ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എന്തോ ഇതിന്റെ പിന്നിലുണ്ട്. നോക്കമ്മേ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ലേ ഞാൻ? ഇതെന്റെ തീരുമാനോ, അല്ലാതെ ആരും ഒന്നും പറഞ്ഞിട്ടല്ല. എന്റെ മനസ്സ് ശരിയല്ല, അത്രയേ ഉള്ളൂ. മനസ്സ് ശരിയല്ലാത്തത് പാർവതിക്കല്ലേ? അതിനും നിധി ടൂറ് പോയാൽ എന്താ കുഴപ്പം? നിനക്കൊന്നും മിണ്ടാതിരിക്കാവോ നിർമ്മല? ആദ്യമായിട്ട് വിദേശത്ത് പോകുന്ന സന്തോഷത്തിലായിരുന്നു ഞാൻ. ഗൗത എന്തുമാത്രം ആഗ്രഹിച്ച യാത്രയാണിതെന്ന് അമ്മയ്ക്കറിയോ? ദയവേദി ഇതിനൊരു തടസ്സം പറയല്ലേ അമ്മ. ഞങ്ങൾ അത്രയ്ക്ക് ആഗ്രഹിച്ചതാ. ഈ സമയത്ത് ഞാനങ്ങ് മരിച്ചു പോയാ നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ നിങ്ങൾ ടൂറിന് പോവോ? എന്റെ മറുപടി ഇല്ലേ? ഞാൻ ചത്തുപോയാ നിങ്ങൾ ടൂർ ക്യാൻസൽ ചെയ്യില്ലേ? ഈ സംസാരിക്കുന്നത് പാർവതിയല്ല. ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എടി, നിന്നോടല്ലേ മിണ്ടാതെ നിൽക്കാ പറഞ്ഞത്? എത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും പറയാനുള്ളത് ഞാൻ പറയും. ഈ ചെയ്യുന്നത് തെറ്റാണ്. നീ ഈ വീട്ടിലെ വേലക്കാരിയാ. ആ സ്ഥാനത്തിനപ്പുറമുള്ള അധികാരം ഒന്നും എടുക്കണ്ട. ഞാൻ സംസാരിച്ചത് നിധിയോടാ. അതിനിടയ്ക്ക് കയറി അഭിപ്രായം പറയാൻ നീ ആരാ? നിനക്ക് എന്താടി ഇവിടെ അധികാരം? നോക്ക് നിധി, ഇന്ന് തന്നെ സ്വിറ്റ്സർലൻഡിലേക്ക് പോയില്ലെന്ന് കരുതി സ്വിറ്റ്സർലൻഡ് ഇല്ലാതായി പോകുന്നില്ലല്ലോ. ഈ വീട്ടിൽ എന്റെ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കണ്ടെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? എങ്കിൽ കേട്ടോ, നീയും ഗൗതമും സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്നില്ല. പോകാൻ ഞാൻ സമ്മതിക്കില്ല, അത്രേ ഉള്ളൂ. നിനക്ക് എപ്പോ വേണമെങ്കിലും സ്വിറ്റ്സർലൻഡിന് പോകാൻ നിധി. പക്ഷെ ഒരിക്കലും നീ ഈ വീട് വിട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതിനുവേണ്ടി എന്ത് ത്യാഗവും ഞാൻ സഹിക്കും, എന്ത് ത്യാഗവും ചെയ്യും. ആന്റി തന്നെ വിളിച്ച്. ഞാൻ ഏൽപ്പിച്ച ഡ്യൂട്ടി കൃത്യമായിട്ട് തന്നെ ചെയ്തു. എന്റെ ചൊക്കരമ്മയമ്മ. ഇപ്പൊ സമാധാനമായോ നിനക്ക്? ഈ സ്വിറ്റ്സർലൻഡ് യാത്ര നിധിയും ഗൗതമും എത്രമാത്രം ആഗ്രഹിച്ചതാണെന്ന് അറിയോ? അവരുടെ എല്ലാ സന്തോഷവും കെടുത്തിയപ്പോ തൃപ്തിയായോ നിനക്ക്? തൃപ്തിയുടെ 1% മാത്രമേ ആയിട്ടുള്ളൂ ആന്റി. ഇതുപോലെ സന്തോഷങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഞാൻ നേടിയെടുക്കാൻ പോവാ. ഐറ്റങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആന്റി അതൊക്കെ അനുസരിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെയുണ്ട് പരിപാടി?
വേഗം ചെല്ലി. നിനക്കുള്ള പരിപാടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ആ. നിധി 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 ആ, ആ, എന്താ നിധി ഇത്? ഇറങ്ങാൻ സമയമായില്ലേ? ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളോ? എഴുന്നേക്ക്. ഹേയ്, എന്ത് പറ്റി? എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? വയ്യാകി വല്ലതും ഉണ്ടോ? എന്താ നിധി ഇത്? നീ ഇതൊരു ഡ്രസ് പോലും മാറിയില്ലേ? നിനക്ക് എന്താ പറ്റിയേ? ഞാൻ സ്വിറ്റ്സർലൻഡിലേക്ക് വരുന്നില്ല. ഏ? ഏ? എന്താ നിധി ഈ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, സ്വിറ്റ്സർലൻഡിലേക്ക് വരുന്നില്ല. നോക്ക്, ഫ്ലൈറ്റ് നമ്മുടെ തമാശക്ക് അവിടെ കാത്തു നിൽക്കില്ല. സമയമാകുമ്പോ അതങ്ങ് പറക്കും. കോമഡി ഒക്കെ സ്വിറ്റ്സർലാൻഡിൽ ചെന്നിട്ട് മതി. ബാ, ഇറങ്ങാൻ നോക്ക്. ഇത് കോമഡി ഒന്നും അല്ല, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. അല്ല, ഇപ്പൊ വരുന്നില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? എനിക്ക് വരാൻ തോന്നുന്നില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ കാരണം ഒന്നും ബോധിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ടിക്കറ്റുമായിട്ട് വന്നപ്പോ നീ ഒരുപാട് എക്സൈറ്റഡ് ആയതല്ലേ? ഇപ്പൊ എന്തു പറ്റി? നോക്ക് നിധി, വെറുതെ എന്നെ ടെൻഷൻ ആക്കല്ലേ. ചെന്ന് റെഡിയാവും. ഞാനതൊക്കെ റെഡിയാക്കാം. ചെല്ല്, വാ. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നത്? സ്വിറ്റ്സർലൻഡിലും പോകുന്നില്ല, എങ്ങും പോകുന്നില്ല. ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് വേറെന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് നോക്ക്. എന്താ നിധി ഇത്? ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനോ? ഇതെന്താ ഊട്ടിക്കോ കൊടൈക്കനാലിനുള്ള ടിക്കറ്റാണോ? ഇത്ര ഈസി ആയിട്ടാ നീ പറയുന്നത്? ഇത് ഫ്ലൈറ്റിലെ ബിസിനസ് ക്ലാസ് ടിക്കറ്റാ. 5 സ്റ്റാർ ഹോട്ടലിലെ റൂമുകളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അത് ക്യാൻസൽ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എത്ര ഈസി ആയിട്ടാ നീ അത് പറഞ്ഞത്? അതൊക്കെ പോട്ടെ, നീ ഇപ്പൊ വരുന്നില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? അത് പറ. അത് പിന്നെ അമ്മയ്ക്കെന്താ? അമ്മയല്ല, ഞാൻ തന്നെയാ. ഗൗതം പുറത്തു പോയിരുന്നപ്പോ ഞാൻ ഇവിടെ കിടന്നൊന്ന് മയങ്ങി. ആ സമയത്ത് ഞാനൊരു ദുസ്വപ്നം കണ്ടു. ഈ യാത്ര പോകുമ്പോ ഗൗതമിനൊരു ആപത്ത് വരുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പോണ്ടെന്ന് പറഞ്ഞത്. ഈശ്വര, ഇതിനാണോ സ്വിറ്റ്സർലാൻഡിൽ വരുന്നില്ല എന്ന് പറഞ്ഞ്? ഞാനത് പേടിച്ചു പോയല്ലോ. ഒരു 10 മിനിറ്റ് എങ്ങാനും ഇവിടെ കിടന്ന് ഉറങ്ങി കാണും. ആ മയക്കത്തിൽ എന്തോ ആലോചിച്ച് കൂട്ടിയിട്ട് അതിന്റെ പേരിൽ യാത്ര പോകണ്ടെന്ന് പറയാൻ വേണ്ടി മണ്ടിയാണോ നീ? പറയുന്നത് മനസ്സിലാക്കുക ഗൗതം. ഗൗതമിനൊരു ആപത്ത് വരാൻ പോകുന്നു അറിഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമോ? ഇനിയിപ്പോ അവിടെ ചെന്നാൽ തന്നെ മനസമാധാനത്തോടെ നിൽക്കാൻ പറ്റുമോ? എന്തായാലും യാത്ര ക്യാൻസൽ ചെയ്യാം. നിക്ക്, ഈ യാത്ര ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല. തീരുമാനിച്ചാണ്, പോയേ പറ്റൂ. സ്വിറ്റ്സർലൻഡ് കണ്ടേ പറ്റൂന്ന് വാശിയാണെങ്കിൽ തനിച്ചങ്ങ് പോയാൽ മതി. ഞാൻ വരുന്നില്ല. എന്റെ പൊന്നല്ലേ, നമ്മൾ എന്തെല്ലാം ആഗ്രഹിച്ചാണ്. പെട്ടെന്ന് ഇങ്ങനെ പോണ്ടെന്ന് പറയല്ലേ. ഞാൻ സ്വിറ്റ്സർലൻഡിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ വരുന്നില്ല, 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 അത്ര തന്നെ. ഇതിനു വേണ്ടി ഇനി എന്നെ നിർബന്ധിക്കണ്ട. ഇതെന്റെ അവസാന തീരുമാനമോ? നിധി, 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 നിധി. നിധി, ഡോറ് തുറക്ക്.